നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 40ഓളം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് KSTA. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളിലെ കുറവ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാസ്ത്രീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും KSTA നേതാക്കൾ. പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജില്ലാ കേന്ദ്രങ്ങളിൽ 27-ന് മാർച്ചും ധർണയും നടത്തും. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. റോഡുകൾ ജൂൺ 1-ന് മുമ്പ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് വാക്കുപാലിക്കാൻ ഭരണപക്ഷത്തിനായില്ലെന്ന് BJP കൌൺസിലർമാർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു. മണ്ണൂരിൽ CPM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. ബജറ്റ് സ്ത്രീ വിരുദ്ധമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മുള്ളൂർക്കര കണ്ണംപാറയിൽ കവർച്ച. വീടിന്റെ ഓടിളക്കി അകത്തുകടന്ന മോഷ്ടാക്കൾ 5 പവൻ സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് കണ്ണംപാറ വട്ടത്തറ മധുവിന്റെ വീട്ടിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന നിലയിൽ. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടനാ സംയുക്ത വേദി. പാലക്കാട് കായികാധ്യാപകരുടെ കളക്ടറേറ്റ് ധർണ. കോർപ്പറേറ്റ് വൽക്കരണം നിയന്ത്രിക്കണമെന്ന സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. നടപടിയുണ്ടായില്ലെങ്കിൽ ചെറുകിട സൂപ്പർമാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ നാട്. ചാവക്കാട് വീണ്ടും മിന്നൽ ചുഴലി. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് വൻ നാശം വിതയ്ക്കുന്നു. മണ്ണൂരിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. പാലക്കാട് കുളപ്പള്ളി പാതയിലെ തേനൂരിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട 40ഓളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് KSTA പാലക്കാട് ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 27-ന് KSTA മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും MR മഹേഷ് കുമാർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക, വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക തുടങ്ങി 40ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. +1 അധിക ബാച്ച് അനുവദിച്ചതോടെ ഓരോ ക്ലാസ്സിലും 60ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥി ആധിക്യം പഠനത്തെ ബാധിക്കും. സ്പെഷ്യലിസ്റ്റ് അധ്യാപക സംരക്ഷണത്തിനായി അധ്യാപക വിദ്യാർത്ഥി അനുപാതം പരിഷ്കരിക്കണം. സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ നിയന്ത്രിച്ച് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളിൽ കുറവ് വരുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തെ ബാധിക്കുന്നുണ്ട്. ഉച്ചഭക്ഷണം, യൂണിഫോം, പാഠപുസ്തകങ്ങൾ എന്നിവ +2 വരെ വിതരണം ചെയ്യണമെന്നും മഹേഷ് കുമാർ ആവശ്യപ്പെട്ടു. എല്ലാ അധ്യാപകർക്കും തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുള്ള ഡിമാൻഡ് KSTA മുമ്പോട്ട് വെക്കുകയാണ്. 2015 വരെ സർവീസിൽ കയറിയവർക്ക് മാത്രമേ ഇപ്പോൾ തസ്തിക സംരക്ഷണമുള്ളൂ. 2015-ന് ശേഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളരെ ഗുണപരമായ ഒരു മാറ്റമുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി 10-35,000 അധ്യാപകർ സർവീസിൽ കയറി. ഇവർക്കാർക്കും തൊഴിൽ സംരക്ഷണം ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് 1:40 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം അത് കൃത്യമായി നടപ്പിലാക്കണമെന്നും എല്ലാ അധ്യാപകർക്കും പ്രൊട്ടക്ഷൻ, തൊഴിൽ സംരക്ഷണം കൊടുക്കണമെന്നും സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ജില്ലാ പ്രസിഡന്റ് K. അജില, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ V. വിജയം, KA കൃഷ്ണകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര ബജറ്റിനെതിരെ CPM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ കൂട്ടുമുക്കിൽ സമാപിച്ചു. TR ശശി, സ്വാമിനാഥൻ, മോഹനൻ, സെയ്തലവി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. അമൃത് പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വിമർശനം. ജൂൺ 1-നകം റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന ചെയർപേഴ്സന്റെ ഉറപ്പ് പാഴ്വാക്കായെന്ന് യോഗത്തിൽ BJP കൌൺസിലർ C. സജിത്ത് ആരോപിച്ചു. നിലവിൽ പദ്ധതി ഏറ്റെടുത്ത കരാറുകാരൻ റോഡുകൾ കീറിമുറിച്ച് പൈപ്പിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് അപകടങ്ങൾ പെരുകുന്നതിനും കാൽനടയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും കാരണമാകുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ നിരവധി റോഡുകളാണ് ഇങ്ങനെ പൈപ്പിട്ട് മൂടിപ്പോയിരിക്കുന്നത്. കരാറുകാരനോട് ജനപ്രതിനിധികളും ജനങ്ങളും നിരവധി തവണ പറഞ്ഞിട്ടും കേൾക്കാത്തതിനെ തുടർന്നാണ്
നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വാട്ടർ അതോറിറ്റി അധികൃതരെയും കരാറുകാരെയും വിളിച്ചു വരുത്തിയിരുന്നത്. കരാർ ഏറ്റെടുത്ത കരാറുകാരൻ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാമെന്ന് യോഗത്തിൽ പറഞ്ഞതാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം അവിടെ ജോലി ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നം തീർത്ത് പരിഹാരം കാണണം. ആശുപത്രിയിലെ ക്യാൻറ്റീൻ ഉടൻ തുറക്കണമെന്ന ആവശ്യവും കൗൺസിൽ യോഗത്തിൽ ഉയർന്നു. ആ അഡ്മിനിസ്ട്രേഷൻ സംവിധാനത്തെ അവിടുന്ന് മാറ്റാതെ നിങ്ങൾ എത്ര സൂപ്രണ്ടുമാരെ അവിടെ കൊടുക്കുന്ന കാര്യമില്ല, എത്ര ഡോക്ടർമാരെ അവിടെ മാറ്റിയിട്ട് കാര്യമില്ല. അവിടെ നിലവിലുള്ള ഡോക്ടർമാരെ ഒരു ചേരിയിൽ നിർത്തി ഇപ്പുറത്തുള്ള സൂപ്രണ്ടിനെ മറ്റുള്ളവരെ വേറൊരു ചേരിയിൽ നിർത്തിയിട്ട് പരസ്പരം തല്ലുകൂടിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര ബജറ്റ് തീർത്തും സ്ത്രീവിരുദ്ധമെന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ മണ്ണൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്കെല്ലാവർക്കും കേട്ടാൽ മനസ്സിലാവും. അത് നമ്മളെ സ്ത്രീകളെ ഏത് തലത്തിൽ പോയാലും സ്ത്രീകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. കാർഷിക മേഖലയായാലും മറ്റുള്ള മേഖലകളായാലും ഒരിക്കലും ഒരു തരത്തിലും യോജിപ്പിക്കാത്ത ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. അതിന് നമ്മളെല്ലാവരും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. അത് നമ്മൾ മഹിളാ അസോസിയേഷൻ മാത്രമല്ല, കർഷക സംഘടനകളും മറ്റുള്ള സംഘടനകളും എല്ലാം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണൂർ കാവ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണ്ണൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷയായി. ടി.ആർ. ശശി, പി.സി. സോമ, എ.കെ. ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചാവക്കാട് വീണ്ടും മിന്നൽ ചുഴലി. തെക്കൻ പാലയൂരിൽ വ്യാപക നാശനഷ്ടം. ആളപായമില്ല. പുലർച്ചെ 2 മണിയോടെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റുണ്ടായത്. ശക്തമായ മിന്നൽ ചുഴലി തെക്കൻ പാലയൂർ ചക്കംകണ്ടം പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. സോളാർ പാനലടക്കം നിരവധി മരങ്ങളും പോസ്റ്റുകളും മതിലുകളും തകർന്നു. മാളിയേക്കൽ അഷ്റഫിന്റെ വീടിനോട് ചേർന്നുള്ള മതിലും മാളിയേക്കൽ ലത്തീഫ്, കെ.വി. ഷംസുദ്ദീൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. 5ഓളം പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ചക്കംകണ്ടം അച്ചംവീട്ടിൽ നാദ, അബ്ദു എന്നിവരുടെ സോളാർ പാനൽ സ്ഥാപിച്ചതടക്കം തകർന്നു. വീടിന് മുകളിലുള്ള ഷീറ്റും നിലംപൊത്തി. വീട്ടിലെ മതിലും തകർന്നു വീണു. കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ വ്യാപകമായി വീശിയടിച്ച മിന്നൽ ചുഴലി വലിയ നാശം വിതച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കോട്ടായി മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം കടപുഴകി വീണ് പ്രദേശത്തെ നിരവധി വീടുകൾ തകർന്നു. കോട്ടായി പഞ്ചായത്തിലെ പൊളിനെല്ലി കാവതിയോട് രാധാകൃഷ്ണനും കുടുംബവും താമസിക്കുന്ന ഷീറ്റ് മേഞ്ഞ വീടിന് മുകളിൽ പറമ്പിലെ പ്ലാവുമരം വീണാണ് വീട് തകർന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രാധാകൃഷ്ണനും ഭാര്യ സുനിതയും 2 മക്കളും താമസിക്കുന്ന വീട് തകർന്നതോടെ പട്ടികജാതിക്കാരായ കുടുംബം തികച്ചും നിസ്സഹായ അവസ്ഥയിലാണ്. കോട്ടായി പഞ്ചായത്തിലെ 2ാം വാർഡിൽ അയ്യങ്കുളം കോഴിയോട് കെ ചന്ദ്രൻ വേഗു ദമ്പതികളുടെ 30 വർഷം പഴക്കമുള്ള ഓടിട്ട വീടും നിലംപതിച്ചു. വീട് തകർന്നതോടെ നിർധനരായ കുടുംബം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കർഷക തൊഴിലാളികളായ ഇവർ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച് 8 വർഷത്തോളമായി പുതിയ വീടിനായി കാത്തിരിക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ചന്ദ്രൻ പറഞ്ഞു. കൂടാതെ പ്രദേശത്തെ 10ഓളം വൈദ്യുത പോസ്റ്റുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടായി മേഖലയിൽ തന്നെ മരം വീണ് ട്രാൻസ്ഫോമർ ചൊരിയുകയും 30ഓളം സ്ഥലങ്ങളിൽ മരം വീണ് HT ഉൾപ്പെടെയുള്ള കമ്പി പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ വലിയ അപകടം ഒഴിവാക്കാനായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നു. മണ്ണൂർ കുളുപള്ളിക്കളത്ത് അരവിന്ദാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് തകർന്നത്. മരം വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. മണ്ണൂർ സ്വദേശിയായ അരവിന്ദാക്ഷൻ വാടകയ്ക്ക് നൽകിയ വീടാണിത്. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന പാർവതി, മകൾ ലിജി, 2 വയസ്സായ കുഞ്ഞു തുടങ്ങിയവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവസ്ഥലം പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് സന്ദർശിച്ചു. നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടത്തിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അവരെ സഹായിക്കണം. അവർക്ക് ഉണ്ടായ നാശനഷ്ടത്തിന് അധികാരികൾ മാക്സിമം ആ വീട് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
തറളിയിൽ കനത്ത മഴയിലും കാറ്റിലും പ്രധാന പാതയിൽ മരം കടപുഴകി വീണു. വ്യാഴാഴ്ച പുലർച്ചെ പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ തേനൂർ അത്താഴം പൊറ്റക്കാവിന്റെ സമീപത്താണ് മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇതുവഴി വന്ന വാഹനങ്ങളെ ഓടന്നൂർ കാളിക്കാവ് വഴി തിരിച്ചുവിട്ടു. കോർപ്പറേറ്റ് വൽക്കരണത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെറുകിട സൂപ്പർമാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ടിവരുമെന്ന് സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർവിൻ പേട്ട പാലക്കാട് SNWA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമപരമായ ആനുകൂല്യങ്ങൾക്ക് പുറമെ അനധികൃതമായ ഇളവുകളും സമ്പാദിച്ചാണ് കോർപ്പറേറ്റ് സൂപ്പർമാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും സൂപ്പർമാർക്കറ്റുകളിലും നടക്കുന്ന പരിശോധനകളും പിഴ ഈടാക്കലും വൻകിട സൂപ്പർമാർക്കറ്റുകൾക്ക് ബാധകമല്ല. ഉൽപ്പാദകരും വിപണനക്കാരും വൻകിടക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ചെറുകിടക്കാർക്ക് നൽകാത്തതും തിരിച്ചടിയാണ്. ചെറുകിട മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്നും ജോർഫിൻ പേട്ട പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷഹീസ് അധ്യക്ഷത വഹിച്ചു. KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ജനറൽ സെക്രട്ടറി KA സിയാവുദ്ദീൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് സലീം, MM സജ്ജു, അബ്ദുൽ ജബ്ബാർ, MP ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു. കമ്പനികളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ആയിട്ട് വെട്ടിക്കുറച്ചു. അപ്പോൾ നമ്മൾ നിലനിൽപ്പ് അപ്പോഴേക്കൊരു പ്രശ്നമായിട്ട് വന്ന സമയത്താണ് നമ്മൾ സംഘടന രൂപീകരിച്ചത്. അപ്പോഴും 2017 സംഘടന അങ്ങനെയാണ് ഉത്ഭവം കൊള്ളുന്നത്. അപ്പോഴും നമ്മളുടെ ചെലവും നമ്മളുടെ വരുമാനവുമായിട്ട് മുട്ടുന്ന ഒരവസ്ഥയിലായിരുന്നില്ല പല സൂപ്പർ മാർക്കറ്റുകളുടെ അവസ്ഥ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് റിട്ടയേർഡ് ജഡ്ജിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങപ്പുറം ശാന്തിപടം വില്ലയിൽ 75 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. 1.5 വർഷത്തോളമായി വില്ലയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം. 2 ദിവസമായി കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് വീട്ടിൽ വന്നു നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്തതിനാൽ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MR രാഘവ വാര്യർ, CL ജോസ് എന്നിവർക്ക് വിശിഷ്ടാംഗത്വം. കവിത കൽപ്പറ്റ നാരായണൻ, നോവൽ ഹരിത സാവിത്രി, ചെറുകഥ N രാജൻ, നാടകം ഗിരീഷ് PC പാലം, സാഹിത്യ വിമർശനം P പവിത്രൻ, വൈജ്ഞാനിക സാഹിത്യം B രാജീവൻ, ജീവചരിത്രം K വേണു, യാത്രാവിവരണം നന്ദിനി മേനോൻ, വിവർത്തനം AM ശ്രീധരൻ, ബാലസാഹിത്യം ഗ്രേസി, ഹാസ്യസാഹിത്യം സുനീഷ് വരനാട് എന്നിവർക്കാണ് അവാർഡുകൾ. സമഗ്ര സംഭാവന പുരസ്കാരത്തിന് KV കുമാരൻ, പ്രേമ ജയകുമാർ, PK ഗോപി, ബക്കളം ദാമോദരൻ, M രാഘവൻ, രാജവൻ തിരുവോത്ത് എന്നിവർ അർഹരായി. കായിക മേഖലയിൽ കേരളത്തിന്റെ ആധിപത്യം സൃഷ്ടിക്കാൻ സംസ്ഥാനത്ത് കായിക വിദ്യാഭ്യാസം ശക്തമാക്കണമെന്ന് സംയുക്ത കായികാധ്യാപക സംഘടന സംസ്ഥാന ചെയർമാൻ PA അബ്ദുൾ ഗഫൂർ. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായികാധ്യാപക സംഘടന സംയുക്ത വേദി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PA അബ്ദുൾ ഗഫൂർ. പൊതുയോഗങ്ങളിൽ നടത്തുന്ന കായിക വിദ്യാഭ്യാസ പ്രാധാന്യം പ്രവൃത്തികളിൽ നടപ്പിലാവുന്നില്ല. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരുടെ സംരക്ഷണത്തിനായി KER ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം നടപ്പിലാവാത്തത് ജോലി സുരക്ഷിതത്വം ഇല്ലാതാക്കി. വിരമിക്കുന്ന കായിക അധ്യാപകർക്ക് പകരം നിയമനവും നടക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ പരിശീലനം, മീറ്റുകൾ എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളില്ലാതെ കായിക വിദ്യാഭ്യാസം രക്ഷപ്പെടില്ലെന്നും അബ്ദുൾ ഗഫൂർ പറഞ്ഞു. പോൾ വർഗീസ് അധ്യക്ഷത വഹിച്ചു. DPETA, KPSPETA സംഘടനകളാണ് സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. MN വിനോദ് AKSTU, സുമേഷ് കുമാർ KPSTA, വിനോദ് കുമാർ NTU, കായികാധ്യാപകരായ കൃഷ്ണദാസൻ, രുക്മിണി, V സുരേഷ്, സൗമ്യ മാത്യു, അല്ലി, ബിജുമോൻ, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുള്ളൂർക്കര കണ്ണമ്പാറയിലെ വീട്ടിൽ മോഷണം. 5 പവൻ സ്വർണം കവർന്നു. വട്ടത്തറ മധുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ ഓടിളക്കിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. സ്വർണത്തിന് പുറമെ പണവും കവർന്നു. 5 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മധുവും ഭാര്യയും മക്കളും മധുവിന്റെ അമ്മയുമാണ് ഈ വീട്ടിൽ താമസം. മോഷണം നടന്ന വീടിന്റെ പകുതി ഭാഗം ഓടും പകുതി ഭാഗം ടെറസുമാണ്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ഗുരുവായൂർ കോട്ടപ്പടി ആൽക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. ഇന്ന് പുലർച്ചെയാണ് ഭാരവാഹികൾ മോഷണ വിവരമറിഞ്ഞത്. ക്ഷേത്രത്തിന് പുറത്തുള്ള 2 ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിലാണ്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓഗസ്റ്റ് 7 നടത്തുന്ന കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കാൻ ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ തീരുമാനിച്ചു. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണത്തിന് അടിയന്തര നടപടികൾ ഉടൻ ആരംഭിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 7 ബുധനാഴ്ച കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്താനിരിക്കുന്നത്. അതോടൊപ്പം ആവശ്യങ്ങൾ എഴുതിക്കൊണ്ടുള്ള നിവേദന സമർപ്പണവും നടക്കും. ഇതിനു മുന്നോടിയായാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ വീടുകളുടെ താക്കോൽ ദാനം നമ്മുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിർവഹിക്കണം. ദൗർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ചിഞ്ചുറാണിയാണ് ഈ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചത്. 5 വീട് അവരുടെ കുടുംബങ്ങൾക്ക് അന്ന് വന്നിരുന്നു. വളരെ ദരിദ്രരായ, സ്വന്തമായി അവർക്ക് വീടൊന്നും ഉണ്ടാക്കാൻ കഴിയാത്ത, ഈ ലൈഫിലൊക്കെ വീട് കിട്ടിയിട്ട് തന്നെ പല നിയമപ്രശ്നം കൊണ്ട് അവരതിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ്. ഇനി ബാക്കി വരുന്ന 12 പേർക്കും കൂടി 1 വർഷത്തിനകം വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി അവിടെ നടന്നുകൂടി. 7 നടക്കുന്ന ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് M കമലം അധ്യക്ഷയായി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, M രാമേന്ദ്രൻ എന്നിവർ സംഘടനയിലേക്ക് പുതുതായി വന്ന നവാഗതരെ സ്വീകരിച്ചു. രാധ ടീച്ചർ, KM നന്ദകുമാർ, KM ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, C അപ്പുണ്ണി, KV ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. KSSPU മണ്ണൂർ യൂണിറ്റ് സമ്മേളനം നടന്നു. സമ്മേളനം KSSPU ബ്ലോക്ക് പ്രസിഡന്റ് പാർത്ഥസാരഥി ഉദ്ഘാടനം ചെയ്തു. പരസ്പരം സ്നേഹം പങ്കിട്ട് പോവുക. ഓരോ സമ്മേളനത്തിൽ വരുമ്പോഴും നമ്മൾ ഇന്ന യൂണിറ്റിൻ്റെ ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക യൂണിറ്റാണ്. മണ്ണൂർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുക മണ്ണൂർ രാജകുമാരൻ, ഹരിദാസ്, സംഗീതജ്ഞൻ, ഇവരൊക്കെ മണ്ണൂരിന്. അതേപോലെ തന്നെ ഓരോ ദിവസവും പത്രത്തിലും TV-യിലും മണ്ണൂരിനെ പറ്റി പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷനായി. MN ശ്രീദേവി നവാഗതരെ പരിചയപ്പെടുത്തി. ബ്ലോക്ക് ട്രഷറർ A കാസിം മാസ്റ്റർ നവാഗതരെ സ്വീകരിച്ചു. NR രവീന്ദ്രൻ, MC വാസുദേവൻ, P രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണൂരിൽ കനാലിൽ അകപ്പെട്ട പശുവിനെ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തി അഗ്നിശമന സേന. കനാലിൽ കുടുങ്ങിയ കോഴിച്ചുണ്ട പുതുക്കുളങ്ങര സ്വദേശി രാഘവന്റെ 6 വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് കോങ്ങാട് അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് മണ്ണൂർ ആക്കത്തൊടിക്ക് സമീപത്തെ 3.5 മീറ്റർ താഴ്ചയുള്ള കനാലിൽ പശു അകപ്പെട്ടത്. സംഭവം അറിഞ്ഞയുടൻ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി പശുവിനെ പുറത്തേക്കെടുക്കുകയായിരുന്നു. നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കയർ കെട്ടിയാണ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പശുവിനെ പുറത്തേക്കെടുത്തത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ AK ഗിരീഷ് കുമാർ, ഡ്രൈവർ സുഭാഷ്, MR രാജീവ്, VR രംജിത്ത്, M ആരിഫ്, PS വിനോയ്, സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രദേശവാസികളും ജനപ്രതിനിധികളും സംഭവസ്ഥലത്തെത്തി. പഞ്ചായത്ത് അംഗങ്ങളായ OV സ്വാമിനാഥൻ, VM അൻവർ സാദിഖ്, AA ഷിഹാബ് തുടങ്ങിയവരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മറിമായം എന്ന ആക്ഷേപഹാസ്യ പരമ്പരയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച മണി ഷൊർണൂർ എന്ന ഷൊർണൂരുകാരുടെ സ്വന്തം മണി അഭിനയിച്ച മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജട്ടി എന്ന ചിത്രം നാളെ മുതൽ തിയേറ്ററുകളിലെത്തും. മറിമായം എന്ന പരമ്പര നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ച പ്രേക്ഷകർ പഞ്ചായത്ത് ജട്ടി എന്ന ചിത്രവും തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കണമെന്നും ചിത്രത്തിന് എല്ലാ പ്രേക്ഷകരുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാകണമെന്നും മണി ഷൊർണൂർ STV ന്യൂസിനോട് പറഞ്ഞു. സമകാലീന വിഷയങ്ങൾക്കൊപ്പം കുറിക്കുകൊള്ളുന്ന നർമ്മം കൂടി ചേർന്നതോടെ മറിമായം എന്ന പരമ്പര വളരെ വേഗത്തിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു. ജനപ്രീതിക്കൊപ്പം തന്നെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരവും പരമ്പരയെ തേടിയെത്തി. മറിമായം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് മണി ഷൊർണൂർ എന്ന നടൻ തൻ്റെ സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയതും.
പരമ്പരയുടെ ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത വേഷങ്ങളിലെത്തി മണി ഷൊർണൂർ വീണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചു. അതേ മറിമായം ടീം ഒരുമിക്കുന്ന ആദ്യ ഫീച്ചർ ചിത്രമായ പഞ്ചായത്ത് ജട്ടി നാളെ തിയേറ്ററുകളിലെത്തും. ഈ സിനിമയിലെ ഞാൻ നേരത്തെ പറഞ്ഞ മറിമായത്തിൽ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. എൻ്റെ കഥാപാത്രം വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലുള്ളവർ മുഴുവൻ. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ നമുക്കും ഈ സിനിമയിലൊരു ഭാഗം ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് എല്ലാവർക്കും തോന്നുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏത് നാട്ടും പുറത്തും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാവുന്നവരുണ്ട്. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എന്നും കൂലിപ്പണി എടുത്ത് വൈകുന്നേരം ഉറങ്ങാൻ 2 പെക്കടിക്കുന്ന ഒരു മദ്യപാനിയുടെ കഥാപാത്രമാണ് ഞാൻ. ഈ പഞ്ചായത്തിലെ ഒരു അന്തേവാസി, ദിവസേന മദ്യപിക്കുന്നു മാത്രം, പക്ഷേ സ്നേഹവും ഒക്കെ ഉള്ള കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ വിജയൻ എന്ന കഥാപാത്രമാണ് ഞാൻ അഭിനയിക്കുന്നത്. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മറിമായം എന്ന പരമ്പരയെ ഹൃദയത്തോട് ചേർത്ത ഓരോ പ്രേക്ഷകരും പഞ്ചായത്ത് ജട്ടി എന്ന ചിത്രവും തിയേറ്ററുകളിൽ കണ്ട് വിജയിപ്പിക്കണമെന്ന് ചിത്രത്തിൽ വേഷമിട്ട മണി ഷൊർണൂർ STV ന്യൂസിനോട് പറഞ്ഞു. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങൾ മറിമായം ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയും, നിങ്ങളെന്താ ഒരു സിനിമയിലെത്താത്ത, സിനിമ എടുക്കാത്തതെന്നൊക്കെ. സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മറിമായം ടീം ഒന്നിച്ച് ഒരു സിനിമയിലൂടെ സിനിമാ മേഖലയിലേക്കും കാലെടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങളുടെ മറിമായത്തിലെ തന്നെ സലീം ഹസനും മണികണ്ഠൻ പട്ടാമ്പിയും കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി അവർ 2 പേര് തന്നെ സംവിധാനം ചെയ്ത് ഞങ്ങളെല്ലാ മറിമായം താരങ്ങളും അഭിനയിക്കുന്ന ഒരു സിനിമയാണ് പഞ്ചായത്ത് ജട്ടി. സപ്തതരംഗയാണ് ഈ പടം നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ തിയേറ്ററുകളിലും കുടുംബസമേതം ചെന്ന് ഞങ്ങളുടെ ഈ പടത്തെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ശക്തമായ കാറ്റിലും മഴയിലും പറളി മേഖലയിൽ വ്യാപക നാശനഷ്ടം. പറളി ചെക്ക് പോസ്റ്റിന് സമീപം മരം പൊട്ടി വീണ് KCB പോസ്റ്റ് തകർന്നു. പാലക്കാട് കുളപ്പള്ളി പാതയിൽ പറളി ചെക്ക് പോസ്റ്റിന് സമീപം മുണ്ടൂരിലേക്ക് പോകുന്ന പാതയിലാണ് മരം പൊട്ടിവീണ് KCB പോസ്റ്റ് തകർന്നത്. ആളപായമുണ്ടായില്ല. പറളി മസ്ജിദുൽ മുജാഹിദിന്റെ സമീപം മരം കടപുഴകി വീണ് പരിസരത്തെ വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുള്ളൂർക്കര സർക്കാർ LP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. പ്രധാനാധ്യാപിക TV രജിത തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. വിദ്യാർത്ഥികളിൽ ജനാധിപത്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനോടൊപ്പം പാർലമെന്റ് വ്യവസ്ഥിതികൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ അധികൃതർ തിരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 4 ഡിവിഷനുകളിൽ നിന്നായി 8 വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്. സാധാരണ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളോടുകൂടിയാണ് വോട്ടിംഗ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ സ്കൂൾ ലീഡറായി M അഹമ്മദ് കബീറിനെയും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി TM സഫിയ മറിയത്തെയും തിരഞ്ഞെടുത്തു. മറ്റു വിദ്യാർത്ഥികൾക്ക് വിവിധ വകുപ്പുകളുടെ ചുമതലയും നൽകി. ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച അധ്യാപികയായ മേഴ്സിയാണ് ഫലം പ്രഖ്യാപിച്ചത്. പ്രധാന അധ്യാപിക TV രജിത തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ 40ഓളം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് KSTA. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളിലെ കുറവ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ശാസ്ത്രീകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും KSTA നേതാക്കൾ. പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജില്ലാ കേന്ദ്രങ്ങളിൽ 27-ന് മാർച്ചും ധർണയും നടത്തും. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം. റോഡുകൾ ജൂൺ 1-ന് മുമ്പ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന വാക്കുപാലിക്കാൻ ഭരണപക്ഷത്തിനായില്ലെന്ന് BJP കൌൺസിലർമാർ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചാ വിഷയമായി. കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു. മണ്ണൂരിൽ CPM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. ബജറ്റ് സ്ത്രീവിരുദ്ധമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. മുള്ളൂർക്കര കണ്ണംപാറയിൽ കവർച്ച. വീടിന്റെ ഓടിളക്കി അകത്തു കടന്ന മോഷ്ടാക്കൾ 5 പവൻ സ്വർണവും പണവും കവർന്നു. മോഷണം നടന്നത് കണ്ണംപാറ വട്ടത്തറ മധുവിന്റെ വീട്ടിൽ. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരങ്ങളും വഴിപാട് കൌണ്ടറും കുത്തിത്തുറന്ന നിലയിൽ. കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് കായിക അധ്യാപക സംഘടനാ സംയുക്ത വേദി. പാലക്കാട് കായികാധ്യാപകരുടെ കളക്ടറേറ്റ് ധർണ. കോർപ്പറേറ്റ് വൽക്കരണം നിയന്ത്രിക്കണമെന്ന സൂപ്പർമാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. നടപടിയുണ്ടായില്ലെങ്കിൽ ചെറുകിട സൂപ്പർമാർക്കറ്റുകൾ അടച്ചുപൂട്ടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ നാട്. ചാവക്കാട് വീണ്ടും മിന്നൽ ചുഴലി. ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റ് വൻനാശം വിതയ്ക്കുന്നു. മണ്ണൂരിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു.
പാലക്കാട് കുളപ്പള്ളി പാതയിലെ തേനൂരിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.